തിരുവനന്തപുരം PMGയിൽ ഇരുചക്ര വാഹന ഷോറൂമിൽ വൻ തീപിടുത്തം. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. 250ഓളം വാഹനങ്ങൾ കടയിൽ ഉണ്ടായിരുന്നതായി കടയുടമ പറഞ്ഞു. അതേസമയം നിലവിൽ അപകട സാധ്യത നിലനിൽക്കുന്നില്ലെന്നും അനധികൃതമായി കെട്ടിടത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും ഫയർഫോഴ്സ് ജില്ലാ ഓഫീസർ പറഞ്ഞു. ഞാൻ ഇവിടെ ഫ്രണ്ടിൽ വണ്ടിയുടെ ഇടയിൽ കസേരയിൽ ചാരിയിരുന്ന് ഉറങ്ങായിരുന്നു. അപ്പോഴീ പൊട്ടിത്തെറി കേട്ടാണ് ഞാൻ പുറത്ത് നിന്ന് നോക്കിയപ്പോൾ നല്ല പൊട്ടിത്തെറിയും ഒരു സൗണ്ടുമായിരുന്നു. പടാ തീയിട. പുലർച്ചെ 3:45ഓടെയായിരുന്നു PMGയിലെ TVS ഷോറൂമായ ലോക്ടെക് എന്ന കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായത്. 3 നിലകളിലായി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ രണ്ടാമത്തെ നിലയിലാണ് ആദ്യം തീ ഉയർന്നത്. ഉടനെ 10 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് 2 മണിക്കൂർ നീണ്ട പ്രവർത്തനത്തിനൊടുവിൽ തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ആളപായമില്ലെങ്കിലും കനത്ത നാശനഷ്ടമുണ്ടായെന്ന് കടയുടമ പറയുന്നു. നിലവിൽ അപകട സാധ്യത നിലനിൽക്കുന്നില്ല. അനധികൃതമായി കെട്ടിടത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്നത് പരിശോധിക്കുമെന്ന് ഫയർഫോഴ്സ് ജില്ലാ ഓഫീസർ സൂരജ് പറഞ്ഞു. കോസ് ഓഫ് ഫയർ എന്നുള്ളത് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റില്ല. കാരണം മുകളിൽ കുറച്ച് ഫ്യൂവലൊക്കെ ശേഖരിച്ച് വെച്ചിട്ടുള്ളതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം താഴെ ഫയർ ഉണ്ടായതിനു ശേഷം മുകളിലാണ് വലിയ സ്ഫോടനത്തോടുള്ള ഒരു ഫയർ ശ്രദ്ധിക്കപ്പെട്ടത്. അപ്പം അത് ഫ്യൂവലിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ്. പിന്നെ അത് ഷോർട്ട് സർക്യൂട്ടാണോ വേറെ ഏതെങ്കിലും രീതിയിലാണോ വേറെ എന്തെങ്കിലും മാർഗത്തിലാണോ ഈ ഫയർ ഉണ്ടായതെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല. അപകട സമയത്ത് 250ഓളം വാഹനങ്ങൾ കടയിലുണ്ടായിരുന്നതായാണ് വിവരം. TVS ഷോറൂമിനൊപ്പം കമ്പ്യൂട്ടർ സർവീസ് സെന്ററും ഈ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. സംഭവത്തിൽ മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. 2 കോടിയുടെ നാശനഷ്ടം സംഭവിച്ചതായും FIRൽ പറയുന്നുണ്ട്. തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താനായി ഫോറൻസിക് സംഘം പരിശോധന നടത്തും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.